പോറ്റി വളർത്തിയ മകൻ അവൻ വെടിവെച്ചു, അവൻ മരിച്ചു കിടക്കണം. രണ്ടാമത് ആ വീണ് കിടക്കുന്ന ഡെഡ് ബോഡിയിലേക്കാണ് രണ്ടാമത് അയാൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഷൂട്ട് ചെയ്യും. RK ജയരാജൻ 3 പതിറ്റാണ്ടോളം സംസ്ഥാന പോലീസ് സേനയിൽ വിവിധ ചുമതലകൾ വഹിച്ച ഉദ്യോഗസ്ഥൻ. സബ് ഇൻസ്പെക്ടറായി തുടങ്ങി ക്രൈംബ്രാഞ്ച് SP വരെയായ ഔദ്യോഗിക ജീവിതത്തിൽ ഒട്ടനവധി കേസുകൾ കൈകാര്യം ചെയ്തയാൾ. ആംബുലൻസിൽ നീക്കാനോ നോക്കുമ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇനി എങ്ങോട്ടും കൊണ്ടുപോകണ്ട, പൾസ് താന്നുപോയി. 4:30-5 മണിക്ക് ഷാരോൺ മരിച്ചു. പോലീസും ഡോക്ടറും ഹോസ്പിറ്റലുകാരോട് കൊന്നു എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. തന്റെ സർവീസ് കാലം ഓർമ്മിച്ചെടുക്കുകയാണ് റിട്ടയർഡ് SP RK ജയരാജൻ. കാസർഗോഡ് SP ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ജയരാജ് ഇന്ന് രാത്രിയിൽ നമുക്കൊരു വലിയൊരു ഓപ്പറേഷൻ നടത്തണം, റെഡി ആയിരുന്നോണം. ജയരാജിന്റെ SI ഹരിയും മാത്രം മതി. കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ. ആ ഡ്രൈവർ ചെന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ ഓഫീസിൽ കയറി ചെന്ന് അയാൾക്ക് കുറ്റബോധം താങ്ങാൻ പറ്റാണ്ട് അവിടെ ചെന്നിട്ട് ഉണ്ടായ സംഭവങ്ങൾ അതുപോലെ അങ്ങോട്ട് പറഞ്ഞു. അത് CPM ആരുമല്ല, അത് CIയും SIയും കൂടി ചെയ്ത്. അത്രേ പോലീസുകാരനെ അറിയുള്ളൂ. പ്രത്യേക സ്വഭാവമുള്ള കുറ്റവാളികൾ. വീട്ടുമുറ്റത്തുള്ള കിണറ്റിന്റെ മീതെ ഇങ്ങനെ തള്ളി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂട്ടകളോളം കാര്യങ്ങളായിട്ട് വന്നപ്പോൾ അയാൾ മാറി. പിന്നെ കുറച്ചു നേരത്തേക്ക് ഇയാളെ കാണാനില്ല, ഭാര്യനും കാണാനില്ല. അന്വേഷണത്തിലെ വേറിട്ട വഴികൾ. അപ്പോൾ മരണകാരണം ശരിക്കും ഇതിനകത്ത് പറയാവുന്നത് ഈ സ്കൾ ഡീപ്പ് ഇഞ്ചുറി ബോഡിയുണ്ട്, കിണറ്റിലാണ് ബോഡി കിടക്കുന്നത്, കുറച്ച് വെള്ളം പേരിന് മാത്രം വായിലുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കാം അത് സംഭവിച്ചത്? നമ്മളതിൻ്റെ ഒരു സ്റ്റോറി ഡിസൈൻ ചെയ്യുകയാണ്. സേനയിലെ അന്തർനാടകങ്ങൾ. ഒരു വ്യക്തി എന്ന രീതിയിൽ ഐ ഫെൽറ്റ് അഷെയിംഡ് ബിക്കോസ് ഐ സപ്രസ്ഡ് ദ ഫാക്ട് ബിഫോർ ബൈ സബോർഡിനേറ്റ്. മികച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കുള്ള റിവാർഡ് ഓഫ് എക്സലൻസ് നേടിയ RK ജയരാജന്റെ പോലീസ് ജീവിതകാലം അദ്ദേഹം വിവരിക്കുന്നു. 2013 ഞാൻ ഗുരുവായൂർ SCP ആയിരിക്കുമ്പോൾ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെയുള്ള വിയ്യൂർ പവർ ഹൗസിൻ്റെ അടുത്ത് ഒരു ബാർബർ ഷോപ്പിൽ അത് നടത്തുന്ന ആൾ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് രാത്രി നേരത്ത് എനിക്കൊരു ഇൻഫർമേഷൻ വിയ്യൂർ സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന റോട്ടിൽ ഒരു പവർ ഹൗസ് ജംഗ്ഷൻ, കുറേ കടകൾ അടുത്തടുത്തുണ്ട്. അതിനിടയിലൊരു കടയിൽ ആണ് ഈ വേലായുധൻ എന്ന് പറയുന്ന ഈ ബാർബർ ഷോപ്പ് നടത്തുന്ന ആളുടെ കട. അവർ രാത്രി 8:30 ആയിട്ടും അയാളെ ഷോപ്പ് ഒരു പകുതിയോളം ഇങ്ങനെ ഷട്ടർ താത്തിയിട്ട് നിലയിൽ കണ്ടിട്ട് അടുത്തുള്ള കടക്കാർക്ക് ആർക്കോ സംശയം തോന്നിയിട്ട് എന്തായാലും അടയ്ക്കാത്തതെന്ന് ചെന്ന് നോക്കി അടിയിലൂടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ വേലായുധൻ ആ കറങ്ങുന്ന കസേരയിൽ, മുടിവെട്ടിക്കുന്ന ആ കസേരയിൽ ഇങ്ങനെ മരിച്ച പോലെ നിശ്ചലനായിട്ട് ഇങ്ങനെ കാണുന്നു. ബ്ലഡ് കഴുത്തിൽ നിന്ന് യൂസ് ചെയ്ത പോലെ ഇത്രയാണ് കാണുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ വരുന്നതും അന്വേഷണം നടത്തുന്നതുമൊക്കെ. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് ഞാൻ രാത്രി 9 മണിയോട് സമയത്തോടു കൂടി അവിടെ വിയ്യൂർ ഈ സ്ഥലത്തെത്തി. അപ്പോൾ കാണുന്ന ഷട്ടർ മാറ്റി നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ഒറ്റമുറി. ആ മുറിയിൽ ഇയാൾ മരിച്ച നിലയിൽ തന്നെ കാണുകയാണ്. വാ തുറന്നിരിക്കുന്നു, കസേരയിൽ ഉറങ്ങുന്ന പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ കഴുത്തിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് യൂസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, സ്റ്റോപ്പ്ഡല്ല. അപ്പോൾ അങ്ങനെ ബ്ലഡ് യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നോർമലി കാര്യമായിട്ട് ആർട്ടറിക്ക് എന്തെങ്കിലും ഞരമ്പുകൾക്ക് നല്ല ഇഞ്ചുറി ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു. കമ്മീഷണർ സ്ഥലത്തെത്തി, വിജയൻ സാറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷാഡോ പോലീസും പിന്നെ ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡൊക്കെ എല്ലാവരും സ്ഥലത്തെത്തി. കുറേ കാര്യങ്ങൾ ഓരോരുത്തർക്കായിട്ട് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തു. കാരണം വളരെ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരാളെ കിട്ടണം, ഇയാളെ ഐഡൻറ്റിറ്റി, ഇയാളെ വീട്ടുകാരൻ. അപ്പോൾ അയാൾ അധികം അകലെയില്ലാത്തൊരു സ്ഥലത്താണ് അയാൾ താമസിക്കുന്നത്, വിയ്യൂരിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അയാൾ താമസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മരണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാധാരണ നിലയ്ക്ക് പെട്ടെന്ന് ആദ്യം നമ്മൾ കണക്കിലെടുക്കുക അതൊരു മർഡറാണോ, മർഡറാണെങ്കിൽ അത്
എങ്ങനെ പോസിബിളാണോ പ്രൊബബിളാണോ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മർഡറാണെന്ന് അപ്പാരൻ്റലി തോന്നുമെങ്കിലും അയാളുടെ മറ്റ് കാര്യങ്ങൾ ഒന്നും അതിനോട് സിങ്കർണൈസ് ആകുന്നില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളൊക്കെയാണ്, അത്രയും ഒരു ഇതുള്ള ആളല്ല. അയാളങ്ങനെ കസേരയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരു കൊല്ലണമെങ്കിൽ അതെങ്ങനെ സാധിക്കും? അത് ഇത്രയും ആളുകളൊക്കെ പെരുമാറുന്ന ഈ ഷൊർണൂർ തൃശ്ശൂർ സ്റ്റേറ്റ് ഹൈവേയുടെ ഓരത്തുള്ള കടയിൽ ഈ സമയം സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അയാൾ കട പൂട്ടി പോകുമ്പോൾ വേണമെങ്കിൽ അയാളെ കൊല്ലാം. അങ്ങനെ എന്ത് മോട്ടീവ് അറിയണം പ്രധാനമായിട്ടും, അതിൽ അസൈലൻസ് ആരാകാൻ സാധ്യതയുണ്ടെന്ന് അറിയണം. ഇതൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പെട്ടെന്ന് അവിടെ അടുത്ത കടയിലൊക്കെ കയറി ചെന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നോ പറയുള്ളൂ. ആരൊന്നും, കാരണം സാക്ഷി പറയാൻ ആർക്കും താല്പര്യമില്ല. കാരണം സാക്ഷിക്ക് സമൻസ് കിട്ടി ചെന്നില്ലെങ്കിൽ അയാൾ വാറണ്ട്, അയാൾ പിടിച്ചുകൊണ്ട് വല്ല വാറണ്ടാവും. അതാണ് ഇന്ത്യയിലെ ഇപ്പോഴും ഉള്ള നിയമവ്യവസ്ഥ. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരാൾ പോലീസിനെ സഹായിച്ച് പറയില്ല. അപ്പോൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. അതിനാണ് ഈ ടീമുകളൊക്കെ പല ദൗത്യം കൊടുത്ത് ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു വിടുന്നത്. അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടത് ഇയാൾക്കാരെങ്കിലും ശത്രുക്കളുണ്ടോ, ഇയാൾ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണോ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും മോശം ഹിസ്റ്ററി ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ അറിയാനായിട്ട് ഇയാളെ വീട്ടിലേക്ക് ഒരു ടീം പോയി. അയാളെ മക്കൾ, അയാളുടെ ബന്ധുക്കൾ, അയൽവാസികൾ. അപ്പോൾ ആദ്യം കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെ ആരും ഇയാളോട് ശത്രുത ആർക്കുമില്ല. എന്തെങ്കിലും തരത്തിൽ, കാരണം എല്ലാവരോടും വളരെ സമന്വയത്തോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരാൾ ഇല്ലാതാക്കണമെങ്കിൽ അതിന് ശക്തമായിട്ടൊരു മോട്ടീവ് ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള സാധ്യത കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ ഓപ്ഷൻ നോക്കുക, ഇയാൾ എന്തെങ്കിലും ഇയാളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് അത്രയും തോന്നിയില്ല. ഒരു ബാർബർ ഷോപ്പിലൊന്നും എന്ത് മോഷ്ടിക്കാനാണ്, ഒരു ദിവസം കളക്ഷനല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വീട്ടുകാരെ കൊണ്ടൊന്ന് ബോഡിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ വീട്ടുകാരെ കാണിച്ചു നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു, അച്ഛൻ്റെ കഴുത്തിലെ മാലയില്ല, അതൊരു ലോങ് ചെയിനാണ്, അത്യാവശ്യം ഒരു 4-5 പവൻ തൂക്കമുള്ളതാണ്, അച്ഛൻ എപ്പോഴും ധരിക്കും, സാധാരണ 8 മണിയാകുമ്പോൾ കട അടച്ച് വരാറുള്ളതാണ്, ആൾ തിരക്കുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 മണിക്കൂർ കൂടിയൊക്കെ വൈകും, റുട്ടീനായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ മാല മോഷ്ടിക്കാനായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതാരാണ് വരിക? മോഷ്ടാക്കൾ വരാം. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നൊരു 200 മീറ്റർ മാറിയപ്പോൾ അടുക്കാട് എന്ന് പറഞ്ഞ ജയിലാണ്, സെൻട്രൽ ജയിലിൻ്റെ ഗേറ്റാണ്. അപ്പോൾ ഡെയിലി ഒരുപാട് ക്രിമിനൽസൊക്കെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് പോകുന്നവരുണ്ട്. ചിലരെങ്കിലും ഈ പലപ്പോഴും അതിൻ്റെ പരിസരത്തുള്ള വീടുകളിലൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെയൊക്കെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതെടുത്തു. പിന്നെ MO ക്രിമിനൽസിൻ്റെ ലിസ്റ്റ് എടുത്തു. ഇങ്ങനെ മാല സ്വർണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് ആളുകളെ കൊല്ലുന്ന, വകവരുത്തുന്ന അവരുടെ മോഡസ് ഓപ്പറാൻഡി ലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്, ക്രൈം റെക്കോർഡ് ബ്യൂറോയിലുണ്ട്. അത് ലിസ്റ്റ് എടുത്തു. അത് ഈ പരിസരത്ത് നേരത്തെ കൺവിക്ഷനുള്ള ആൾക്കാർ ആർക്കൊക്കെ ശിക്ഷയുണ്ട് ഈ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്തിട്ട്, ആ ജില്ലക്കാരായിക്കൊള്ളുന്നില്ല, പക്ഷേ അവർക്ക് ആക്സസ് ഉണ്ടാവും, വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആക്സസ് ഉണ്ടാവും. അങ്ങനെ പരിശോധിക്കാനായിട്ട് ഒരു വിഭാഗത്തെ ചുമതലപ്പെടുത്തി. പിന്നെ വരുന്നത് ഈ മാല മോഷിക്കണമെങ്കിൽ ഒരു ക്രിമിനൽ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഒരുപാട് കാശിന് ആവശ്യമുള്ള ആളുകളാണായാലും ചിലപ്പോൾ എന്തും ചെയ്യാനായിട്ട് മടിക്കില്ല. അങ്ങനെ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് രഹസ്യമായിട്ടൊരു വിവരം കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ ആ പ്രദേശത്തുള്ള വാർഡ് മെമ്പർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ, അതേതെങ്കിലും NGOs ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പോലീസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ജനമൈത്രി ഉണ്ടെങ്കിൽ ജനമൈത്രിയുടെ ആളുകൾ, അവരുടെ ഒക്കെ ഡീറ്റെയിൽസ് അവരോടൊക്കെ ചോദിച്ച് നമ്മൾ എന്തെങ്കിലും ആക്സസ് എടുക്കാറുണ്ട്. ഇന്നായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക അയാളുടെ മൊബൈൽ ഫോണിൽ ലാസ്റ്റ് വന്ന കോളുകളാണ്. അതുപോലെ ഫ്രീക്വൻ്റ് ആൻഡ് അൺടൈംലി കോളുകളാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആ സമയത്തൊക്കെ വരുന്ന കോളുകൾ, അതുപോലെ ഒരു ദിവസം 2-ൽ കൂടുതൽ കോളുകൾ വിളിക്കുന്ന ആളുകളുടെ, അങ്ങനെ ലിസ്റ്റ് ഔട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ടവർ ലൊക്കേഷൻ നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അന്ന് അങ്ങനെ ഇയാൾ മൊബൈലൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല, ആ രീതിയിലേക്കൊന്നും അന്ന് നീങ്ങിയിട്ടില്ല. ആകെ നോക്കാവുന്നത് ഇയാളോട്
എന്തെങ്കിലും അടുപ്പുള്ള ആളുകളായിരിക്കും. കാരണം ഇയാളുടെ ഷോപ്പിൽ പകൽ വന്ന് സന്ധ്യ നേരത്ത് വന്ന് അങ്ങനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബഹളമൊന്നുമില്ലാതെ, കാരണം തൊട്ടപ്പുറത്തുള്ള കടക്കാർക്കൊക്കെ ഒച്ച പോലും കേൾക്കാം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരു സമയത്ത് ഈ സന്ധ്യ നേരത്ത്, അതിന് തിരഞ്ഞെടുത്ത സമയമാണ് അതിന് പ്രധാനം. ഈ സന്ധ്യ നേരത്തെ ഏറ്റവും തിരക്ക് ആളുകളൊക്കെ നടന്നു പോകുന്നതാണ്, അതിന് മുന്നിൽ കൂടെ ഒക്കെ ആളുകൾ നടന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വരുമ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ, കൂടുതൽ ആലോചിച്ചപ്പോൾ ലൊക്കാലിറ്റിയിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ്, ഒരു ബൈക്ക് അതിന് കുറച്ചങ്ങ് നീങ്ങിയിട്ട് ഇരുട്ടത്ത് ആരോ വെച്ചിരിക്കുന്ന പോലെ തോന്നിയിരുന്നു. അവർ കട അടച്ച് പോകുമ്പോഴും, ഒരാളുടെ മൊഴിയല്ല, ഒരു രഹസ്യ ഇൻഫർമേഷൻ, ആ ബൈക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഏതാണ്ട് ഒരു കളറും അവർ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു, ഒരു റെഡ് കളർ എന്നാണ് ഒരു സൂചന പറഞ്ഞത്, അങ്ങനെ ഓർമ്മ എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു ബൈക്ക് അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു ബൈക്ക് വരേണ്ട ഒരു കാര്യമില്ല. കാരണം കടക്കാർക്ക് അങ്ങനെയുള്ള അവിടെയുള്ള തൊട്ടടുത്ത കടക്കാർക്കൊന്നും അങ്ങനെ ഒരു ബൈക്കും ഇല്ല, അവിടെ ബൈക്കിൽ വരാറുമില്ല. അപ്പോൾ പിന്നെയാണ് പെട്ടെന്ന് ആ ഒരു ടേണിംഗ് പോയിൻ്റ് വരികയാണ്. നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ചെറിയ തുമ്പുകൾ പോലും, കാരണം ഒരു സംഭവ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷർ ബോക്സ് ഓഫ് എവിഡൻസസ് എന്നാണ് പറയുക. സംഭവ സ്ഥലമാണ് ഏറ്റവും പ്രധാനം. അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളും, അതായത് ഒരു റെയിൽവേ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു തീപ്പെട്ടി എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ബീഡി സിഗരറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അവിടുത്തെ ഫോറിൻ ഒബ്ജക്ട്സ് എന്നാണ് പോലീസ് ഭാഷയിൽ പറയുക, അവിടെ കാണാൻ സാധ്യതയില്ലാത്ത ഒരു സാധനം എടുക്കണമെങ്കിൽ അതുപോലും. അപ്പോൾ അങ്ങനെ ട്രഷർ ബോക്സ് ഓഫ് എവിഡൻസസ് എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ ബൈക്ക് കണ്ടപ്പോൾ ആ ബൈക്കിനെ സൂചിച്ചപ്പോൾ ഇതിന് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായി. കാരണം ഇദ്ദേഹത്തിന് ബൈക്കിൽ വന്ന് വിസിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആരാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് കുറേ ആളുകളുണ്ട്, ഇയാളെ സഹോദരിമാർ, ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ, പലരും ഇയാളായിട്ട് അടുപ്പുള്ളവരുണ്ട്. ഈ ബാർബർ ഒരു കമ്മ്യൂണിറ്റി പെട്ടതാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ കുറേ ആളുകൾക്ക്, ബൈക്കുള്ള ആളുകളെ മുഴുവനും രാത്രി തന്നെ പോയ പോലീസ് ഓരോരുത്തർ പോയി നോക്കി. അവർ വീടുകളിൽ ചെല്ലും, ഓരോരുത്തരോട് ചോദിക്കും, വീട്ടിലെ കുടുംബാംഗങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇന്ന് വൈകിട്ട് എവിടെയെങ്കിലും പോയിരുന്നോ, ബൈക്ക് കൊണ്ടുവരുന്നോ, എങ്ങനെയാണ് പോയത്, നടന്നാണോ പോയത്, ബസ്സിനാണോ പോയത്, അങ്ങനെ ലീഡിങ് അല്ലാത്ത കുറേ ചോദ്യങ്ങൾ. ഒരു വലിയൊരു പ്രോസസ്സാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചോദിച്ച് ഒരു ആ ടൈമിൽ ആ വീട്ടിലില്ലാത്ത ആളുകളെ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പോസിബിലിറ്റികൾ നോക്കി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇത്ര മണിക്ക് പോയിട്ട് ഇത്ര മണിക്ക് മടങ്ങി വന്നു, അങ്ങനെ പറയുന്ന ആളുകൾ. അപ്പോൾ ആ സമയത്ത് അവർ പോയി വന്നു എന്നുള്ളതിനൊരു എവിഡൻസായി. വീട്ടുകാരോട് വളരെ നിഷ്കളങ്കമായിട്ടാണ് ചോദിക്കുക. നമ്മൾ നിഷ്കളങ്കമായിട്ട് ചോദിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആ നേരത്തെ നുണയൊന്നും പറയില്ല, കാരണം ഇതൊന്നും റിപ്പോർട്ടായിട്ടില്ല. അങ്ങനെ ഒരു 3-4 പേരെ അങ്ങനെ കിട്ടി. ചിലരൊക്കെ ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് ആ വീട്ടുകാർ എല്ലാവരും പറയേണ്ട, അയൽവാസികൾ പറയുന്നുണ്ട്. 3 പേരാണ് അവസാനം ഇങ്ങനെ ആ സമയത്ത് പുറത്തു പോയിട്ട് വന്നു എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 99954422. അപ്പോൾ 3 പേരെയും ബൈക്കടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വിയ്യൂർ പോലീസ് സ്റ്റേഷനിലിരുത്തി വളരെ ശാന്തമായിട്ട്, ഒരിക്കലും ക്ഷോഭിക്കാതെ, ഒരിക്കലും ഇവരെ പ്രൊവോക്കേറ്റ് ചെയ്യാതെ, അതാണ് ശരിയായ ഇൻട്രോഗേഷൻ എന്ന് പറയുന്നത്. വളരെ സമാധാനമായിട്ട് ചോദിച്ച് അപ്പോൾ വീട്ടുകാർ പറഞ്ഞ വേർഷൻ നമ്മൾ പറയും, നിങ്ങൾ ഇത്ര മണിക്കല്ലേ അവിടുത്തെ വീട്ടിൽ നിന്ന് പോയേ, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞ് വീട്ടുകാർ. അപ്പോൾ അവൻ പറഞ്ഞത് മാറ്റേണ്ടി വരും. പിന്നെ അവരൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, അത് ചോദിക്കുമ്പോഴത്തെ ഒരു മറുപടി പറയുന്നത്. അങ്ങനെയാണ് 2 പേരിലേക്ക് അവസാനം ചെയ്യുന്നത്. അവരവിടെ സർവൈലൻസിൽ വെച്ചു, നിരീക്ഷണത്തിന് സ്റ്റേഷനിൽ നിർത്തി. അറസ്റ്റും ചെയ്യാൻ സമയമായിട്ടില്ല. പിറ്റേ ദിവസത്തെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഇതുകളൊക്കെ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറയുന്ന ഇത് തന്നെയാണ്, വളരെ പിയേഴ്സിങ് ആയിട്ടുള്ള ഷാർപ്പ് ആൻഡ് പിയേഴ്സിങ് വെപ്പൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷാർപ്പ് ആൻഡ് പിയേഴ്സിങ് വെപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കുത്തി കയറി പോകുന്ന രീതിയിലുള്ളതാണ്. അതിന് മുറിവിൻ്റെ അറ്റത്തിന് വളരെ ചെറിയൊരു ഇതിനകത്ത് ഒരു മുട്ടുസൂചികൾ കുറച്ചും കൂടിയൊക്കെ ഉള്ള ഇത് മാത്രം, ഒരു വളരെ ചെറിയ ഒരു പിയേഴ്സിങ് വെപ്പണാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വെപ്പണായിരിക്കണം. പല ക്രിമിനൽസിൻ്റെയിലും അങ്ങനെ സ്പെഷ്യൽ വെപ്പണുണ്ട്. തൃശ്ശൂർ തന്നെ ഒരു 18 വയസ്സുകാരൻ 3 ആളെ കുത്തിക്കൊന്ന ഒരുത്തരുണ്ട്, അവൻ്റെ കയ്യിൽ ഒരു വെപ്പൺ കൊണ്ടാവും നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറെ എവിടെയും ഇഞ്ചുറി ഇല്ല. കഴുത്തിൽ ആ റൈറ്റ് സൈഡിലുള്ള ആ ഇതാണ് അതിൽ ഡെഡ്ലി ആയിട്ടുള്ള ആ ഇഞ്ചുറി. കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്
ആ ഇതിൽ ആർട്ടറി മുറിഞ്ഞ് അങ്ങനെ കണ്ടനാളത്തിനുള്ളിൽ വിൻ പൈപ്പ് മുറിഞ്ഞ് അങ്ങനെ ആണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ അത് ഉറപ്പായവരോട്, കാരണം എങ്ങനെയും ആവാമല്ലോ, നമ്മളിപ്പോൾ തലയ്ക്കൊക്കെ ഒരു അടിയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുറത്തൊന്നും കണ്ടുവെന്ന് വരില്ല, അത് പോസ്റ്റ്മോർട്ടത്തിലേ കാണുള്ളൂ. അപ്പോൾ അവിടെ ഒന്നല്ല. അപ്പം കോസ് ഓഫ് ഡെത്ത് ഒരു പ്രധാന കാര്യമാണ്. കോടതിയിൽ ട്രയൽ വരുന്ന സമയത്തും ഡോക്ടറെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അവർ പ്രതിഭാഗം വക്കീൽ ചോദിക്കുക ഈ കോസ് ഓഫ് ഡെത്ത് ആണ്. അപ്പോൾ അത് ഉറപ്പായി. ഷാർപ്പ് വെപ്പണാണ്, PAC വെപ്പണാണ്, അത് കഴുത്തിൻ്റെ വലതുവശത്താണ്. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ ഈ വെപ്പൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവർക്ക് ഈ ഈ സംശയിക്കപ്പെടുന്ന ആളുകൾ അത് കൺഫസ് ചെയ്യണം. അപ്പോൾ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ 1 by 1 ആയിട്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ, ഒരുപാട് ശാസ്ത്രീയമായ രീതികളൊന്നും കേരള പോലീസിന് ഇപ്പോൾ ഇല്ല, കുറേ കാലമായിട്ടൊന്നുമില്ല. ഈ മാപ്പ് റീഡിങ്ങോ നാർക്കോ അനാലിസിസോ അത്തരം കേസുകളൊക്കെ അഭയ കേസിന് ശേഷം അതൊക്കെ അവസാനിച്ചു. കാരണം ഏതൊരാളെയും ആ അഭയ കേസിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു ഉത്തരവനുസരിച്ച് ഏതൊരു പ്രതിയെയും ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ കൺഫെഷൻ നടത്താൻ വേണ്ടി അയാളിൽ ഇപ്പോൾ നുണപരിശോധന എന്ന് പറയുന്ന പോളിഗ്രാഫ് ടെസ്റ്റ് ആയാലും അത് മാത്രമാണെന്ന് കേരളത്തിലുള്ളൊരു ശാസ്ത്രീയ അന്വേഷണം. അത് തന്നെ അയാളെ വിധേയമാക്കണമെങ്കിൽ അയാളുടെ കൺസെൻറ്റ് വേണം, ആ ആരോപിതനായിട്ടുള്ള ആളുടെ കൺസെൻറ്റ് വേണം. ആ കൺസെൻറ്റ് നമ്മോട് പോലീസിനോട് കൺസെൻറ്റ് ചെയ്താൽ പോരാ, അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതി മുമ്പാകെ അദ്ദേഹം പറയണം ഞാൻ പോളിഗ്രാഫ് ഇതിന് തയ്യാറാണ് എന്ന് പറയണം. അപ്പോൾ ഇത്രയും നടപടിക്രമങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും പോലീസിന് അവൈലബിൾ ആയിട്ടുള്ള ശാസ്ത്രീയ മാർഗം വെച്ച് ഈ ഇവർ രണ്ടുപേരെയും മാറ്റി നിർത്തി ചോദിച്ച്, പിന്നെ സ്ക്വാഡിലെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിചിതരായിട്ടുള്ള പോലീസുകാരാണ്. ഇൻട്രോഗേഷൻ മെത്തേഡൊക്കെ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും ഈ ക്രൈം സ്ക്വാഡിലുണ്ടാകുക. അവരുടെയൊക്കെ നല്ല സേവനം ആ സമയത്തുണ്ടായിരുന്നു. നമ്മൾ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ധൈര്യം കൊടുക്കാനും അനാവശ്യമായിട്ടുള്ള ചോദ്യം ഡീവിയേറ്റ് ചെയ്ത് പോകാതിരിക്കാനും പിന്നെ അവർ തലകറങ്ങി വീണ് സീനുണ്ടാക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നേരം പുലരുന്നതിന് മുമ്പ് അതിന് ഏകദേശം ഒരു കൺഫഷൻ രീതിയിലേക്ക് വന്നു. പക്ഷേ എന്നാലും ഈ വെപ്പൺ കിട്ടാത്തടത്തോളം കാലം, ഈ മോഷ്ടിക്കപ്പെട്ട മാല കിട്ടാത്തടത്തോളം കാലം നമുക്കത് കൺവിൻസ് ചെയ്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ വീണ്ടും കൂടുതൽ അവരെ രണ്ടാളെയും മാറി മാറി ചോദിച്ചു. ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ബ്രേക്കായി. ബ്രേക്കിംഗ് പോയിന്റിലെത്തി. രണ്ടുപേരും കുറ്റം സമ്മതിച്ചു. അതിൽ ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്ന് അയാളുടെ മൊഴി പ്രകാരം, അയാളുടെ കുറ്റസമ്മത മൊഴി പ്രകാരം അയാളുടെ വീടിൻ്റെ അയാളുടെ ബെഡ്റൂമിലുള്ള അയാൾ സൂട്ട് കേസിൻ്റെ ഉള്ളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട മാലയും, രണ്ടാം പ്രതിയുടെ കൺഫെഷൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓലമഞ്ഞ ഷെഡ്, അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ രക്തം പുരണ്ട കത്രികയും, അത് രണ്ടും സീഷർ മാസ്റ്റർ പ്രകാരം ബന്ദോബസ്തിലെടുത്തു. ആ രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തു. ഈ കേസിനകത്ത് വളരെ ടൈം ബൗണ്ടായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അന്വേഷിച്ചുകൊണ്ടാണ് ആ ഒരു 24 മണിക്കൂറിനകത്തൊക്കെ പറയുന്ന പോലെ ആ ഒരു പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു മാല മോഷ്ടിക്കാൻ വേണ്ടി, അപ്പോൾ ഇവരോടത്ത് ഈ പ്രതികളുടെ അടുത്ത് ഉണ്ടായ സംഭവങ്ങൾ അതിൻ്റെ കൃത്യതയോടുകൂടി വിവരിക്കാൻ പറയുമ്പോൾ അവർ പറഞ്ഞ ഒരു സീക്വൻസ് ഇങ്ങനെയാണ്. ഒരു സന്ധ്യയോടുകൂടി അവർ നേരത്തെ അവിടെ എത്തി. അമ്മാവൻ്റെ അടുത്ത് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു. സ്വന്തം സഹോദരിയുടെ മക്കളാണ് രണ്ടുപേരും, 2 സഹോദരിമാരുടെ മക്കളാണെന്ന് മാത്രം. അവിടെ വളരെ അവരങ്ങനെ വരാറുണ്ട്. ആളെനക്കൊക്കെ ഒന്നും ഇല്ലാതെ സമയമായപ്പോൾ, ഏതാണ്ട് കട അടയ്ക്കേണ്ട സമയമാവാറായപ്പോൾ പറഞ്ഞു, മാമ എൻ്റെ മുടി ഒന്ന് വെട്ടാൻ പറഞ്ഞു. അവിടെ നേരം വയ്യല്ലോ, ഈ നാളെ പോരെന്നൊക്കെ ചോദിച്ചു. അതല്ല, അങ്ങനെ പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞു. ഭയങ്കര ലവിങ് ആണ്. ഒരു തരത്തിലും ഇങ്ങനെ സംശയിക്കാത്ത രീതിയിലുള്ള അങ്ങനെയുള്ളൊരു ബന്ധമല്ല അവർ തമ്മിൽ. ഒരു റിവെഞ്ചും ഇല്ല അവർ പരസ്പരം. അങ്ങനെ അത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അന്ന് ഇനി മാമ ഇരിക്കും, മാമൻ്റെ മുടി ഞാൻ വെട്ടിത്തരാം. അങ്ങനെ ഒരു സംശയം തോന്നാത്ത രീതിയിൽ മാമൻ അവിടെ ഇരുന്ന് മുടി പതുക്കെ വെട്ടാൻ തുടങ്ങിയപ്പോൾ അപ്പോഴേക്കൊക്കെ ഏതാണ്ട് ആളനക്കം ഇതൊക്കെ കഴിഞ്ഞ് കടകളൊക്കെ ഏതാണ്ട് അടച്ചു. കൂടെ ഉണ്ടായിരുന്ന രണ്ടാം പ്രതി പുറത്തേക്ക് ഇറങ്ങി. അയാൾ അവിടെ കാവൽ നിന്നു. ആരെങ്കിലും കയറി വരുന്നുണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പരിസരം വീക്ഷിക്കാനൊക്കെ വേണ്ടി നിന്നു. അപ്പോൾ ഈ മാമന് ഇവർക്കറിയാം ഇയാൾ മുടി വെട്ടി കുറച്ച് കഴിയുമ്പോൾ അയാളായിരുന്നു ഇങ്ങനെ ഉറങ്ങുന്നൊരു സ്വഭാവമുണ്ട്. കാരണം ഒരു 60-65 വയസ്സ് പ്രായമുണ്ട് അയാൾക്ക്.
അപ്പോൾ ആ ഉറങ്ങുന്ന ശീലം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് മാമനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മാമൻ്റെ മുടി വെട്ടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് അയാൾ മയങ്ങി വന്നപ്പോൾ മാല പതുക്കെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്തു. പക്ഷേ പെട്ടെന്ന് അത് താടിയിൽ ഉടക്കി പെട്ടെന്ന് ധൃതി പിടിച്ച് വലിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ബലായുധൻ എണീറ്റു. അപ്പോൾ ചോദിച്ചു, നീ എന്ത് പണിയോടാ കാണിക്കുന്നത്? നീ മാല എൻ്റെ മാല എടുക്കാൻ പോയിടാ. എന്താ മാമ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ മുടി വെട്ടാനൊരു തടസ്സം, ഈ മുടിയുടെ ബാക്കിലൊക്കെ വന്ന് മുടിയൊക്കെ വന്നിട്ട് ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് സൈഡിലേക്ക് ആക്കിയതാണ്, പുറകിലേക്ക് കഴുത്തിൻ്റെ പിന്നിലേക്ക് ആക്കിയതാണ്. അവർക്ക് ഇപ്പോൾ വെട്ടി അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മാമൻ പിന്നെ ഉറങ്ങുന്ന പോലെ നടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. മാമൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കണ്ണടച്ചിരുന്നു. അപ്പോൾ ഇവർ ശരിക്ക് പ്ലാൻ ചെയ്ത പോലെ ആ മാല ഊരി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഇയാളത് അറിഞ്ഞു. മാലയിൽ പിടിയും വലിയായി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അപ്പോഴേക്കും പുറകിൽ നിന്നിരുന്ന നിരീക്ഷിക്കാൻ നിന്നിരുന്ന രണ്ടാം പ്രതി അടക്കം അകത്തേക്ക് ഓടി വന്ന് ഇയാളുടെ കഴുത്തിന് കൈ കൊണ്ട് വട്ടം പിടിച്ച് ഈ സമയത്ത് ഒന്നാം പ്രതി ആ അവരുപയോഗിക്കുന്ന ആ കത്രിക തന്നെ, പണിയായുധം തന്നെ, ആ ആയുധം കൊണ്ട് കഴുത്തിൻ്റെ, അപ്പോൾ ഏത് ഭാഗത്താണ് കുത്തിയെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു, കഴുത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നല്ല നമ്മൾ ചോദിച്ചിരുന്നത്. നിങ്ങൾ അവിടെ കുത്തി കൊന്നു എന്ന് പറഞ്ഞല്ലോ, അവർ കുത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മരിച്ചോ ഇല്ലയെന്ന് അവർക്ക് ഉറപ്പില്ല. കുത്തി ബോധം കെട്ടപ്പോൾ അവർ പോന്നതാണ്. കുത്തിയെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് കുത്തിയത്, കാലുമ്പോഴാണോ കൈമ്പഴാണെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴാണ് അവസാനം പറയുന്നത്, അല്ല ഞങ്ങൾ കുത്തിയത് കഴുത്തിലാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന പ്രതികൾക്ക് അതിനുശേഷം ഇവിടെ വരാത്ത ഒരാൾക്ക്, അതാണ് അതിലെ ലീഡിങ് ഫാക്ടർ. ഏത് ഭാഗത്താണ് ആ മുറിവ് ഇൻഫ്ലിക്റ്റ് ചെയ്തതെന്ന് അവിടെ ഇരുന്ന് പറയുന്നത് അത് നേരിട്ട് അറിവുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ അത് ഒരുപാട് കാരണമാണ്. അപ്പോൾ അത് ആ രീതിയിൽ കഴുത്തിൻ്റെ വലതുഭാഗത്തു നിന്നാണ് ഓർമ്മ. അങ്ങനെയാണ് ഒറ്റ കുത്തിയിട്ടുള്ളൂ. ആ കത്തി അതിൻ്റെ അറ്റം വരെ താന്നു, കത്രിക താഴെ വരെ പോയി, അത് വലിച്ചെടുത്തു. അങ്ങനെ പോന്നതാണ്. ബൈക്കിൽ കയറി ഞങ്ങൾ രണ്ടുപേരും പോന്നു. അങ്ങനെ പരസ്പരം ഒരാൾ മാല ഇയാൾ കൊണ്ടുപോയി, കത്തി ഇയാൾ ഒളിപ്പിച്ച് വെച്ചു എന്ന രീതിയിൽ അവരുടെ മൊഴികളെടുത്തു. അതിനുശേഷം അവരെ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കേസിൻ്റെ അന്വേഷണമൊക്കെ പൂർത്തിയായി. വിചാരണ ആരംഭിച്ചിട്ടില്ല, പല കാരണങ്ങളെ കൊണ്ട് നീണ്ടുപോയിരിക്കുകയാണ്. ഈയിടെ 1-2 വർഷം മുമ്പാന്ന് തോന്നുന്നു അതിലെ രണ്ടാം പ്രതി പുഴയിൽ ചാടി കുട്ടിയെ എടുത്തുവറ്റ മറ്റാണ് സൂയിസൈഡ് ചെയ്തതായിട്ടൊരു വാർത്ത കണ്ടിരുന്നു. ബാക്കി അതിൻ്റെ ഫോളോ അപ്പ് അറിയില്ല. പക്ഷേ ഈ കേസിന് ഇത്രയും ഓർക്കാൻ കാരണം, ഇത്രയും പരസ്യമായ ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം ചെയ്യാനായിട്ട് ദേ ആർ ഡെയർ ഇനഫ്, അത്രയും ഒരു ധൈര്യം കാണിക്കുക. അപ്പോൾ കാശിനുള്ളൊരു മാല വിറ്റാൽ, ഒരു 4-5 പോലുള്ള മാല വിറ്റാൽ എത്ര പണം കിട്ടും എന്നുള്ളത് അതിൻ്റെ ഒരു ആർത്തി, അത് സ്വന്തം അമ്മയുടെ സഹോദരൻ ഇതിന് കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു ഗ്രീഡി നേച്ചർ. അപ്പോൾ അതൊരു ക്രിമിനൽ, എല്ലാവരും പലരിലും ക്രിമിനൽ ഇൻസ്റ്റിങ്ക്ട്സ് ഉണ്ടാവും. ജനിക്കുമ്പോൾ തന്നെ ഉള്ളവരുണ്ട്, ക്രോമസോം ഡിസോർഡർ കൊണ്ട് പലർക്കും ക്രിമിനൽ ഇൻസ്റ്റിങ്ക്റ്റോടുകൂടി ജനിക്കുന്നവരുണ്ട്. പക്ഷെ അവർ ക്രിമിനൽ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും അവർക്ക് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളവർ അത് ചെയ്യും. അത് പുറമേ അയാൾ എത്ര മാന്യനായിട്ട് എങ്ങനെ നടന്ന ആളായാലും അയാൾക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ് നമ്മളെ ക്രിമിനോളജിയിലും മറ്റും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ദ സിറ്റി വാസ് ടേക്കൺ ഇൻ ടു ജംഗിൾ ലോസ് എന്നാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ അരമണിക്കൂർ കറണ്ട് പോയപ്പോൾ അതുവരെ വളരെ മാന്യമായി നടക്കുന്നു പറഞ്ഞ അമേരിക്കക്കാർ അന്ന് ആ അരമണിക്കൂർ കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് 100 കണക്കിന് ബലാത്സംഗങ്ങളും കൊള്ളകളുമായിരുന്നു. അപ്പോൾ ഒരു ജെൻറ്റിൽമാൻ എന്ന് പറയുന്നത് ബേസിക്കലി മനുഷ്യൻ്റെ ഒരു മൃഗമായിട്ടുള്ള ആ ഒരു ഭാവം, അത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അത് തക്കം പാത്തിരിക്കുന്നില്ലെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആ മൃഗതൃഷ്ണ പോലുള്ള ഭാവം പുറത്തു വരുമെന്നാണ് പല കൊലക്കേസുകളുടെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇയാളെ കൊണ്ടുവരുമ്പോൾ ആ പ്രദേശത്തുള്ളൊരു മുഴുവനും കരയാണ്. ഒരു പ്രതിനെ കൊണ്ടുവരുമ്പോൾ സാധാരണ ആളുകൾ ഈ യേശുദേവനോട് പറഞ്ഞ പോലെ അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന പോലെ, ലെറ്റ് ഹിം ബി ക്രൂസിഫൈഡ് എന്ന് പറയുന്ന പോലെ പറയേണ്ടതിന് പകരം ആ നാട്ടുംപുറത്തെ മുഴുവൻ ആളുകളും